കാണിക്കുന്നത് ഒരു ബനാന പാൻകേക്ക് റെസിപ്പിയാണ്. ഈ ഒരു ബനാന പാൻകേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ഇട്ട് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസങ്ങൾ വരുത്താം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തിക്നെസ് കൂടി തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. പക്ഷെ വല്ലാതെ ലൂസായി പോവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാൻ. വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊന്നുകൂടി ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്